ഇത്തരത്തില് ഒരുപാട് തംബ്നെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അത്തരത്തിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിൽസ് ആണ് അവർ കൊടുക്കുന്നത്. കാരണം നിങ്ങളുടെ കാമുകിയുടെ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് നിങ്ങൾക്ക് അവരറിയാതെ കണ്ടെത്താം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാറ്റ് നിങ്ങൾക്ക് അവരറിയാതെ കണ്ടെത്താം. അപ്പോ ഒരു 100 എന്തായാലും ഒരു 98% ആൾക്കാരും ഈ ഒരു സംഭവത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം അവരറിയാതെ അവരുടെ പ്രൈവസി എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇത്തരത്തില് ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് അവർ പറയുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 വട്ടം ആലോചിക്കണം. നല്ല മുട്ടം പണി കിട്ടും. കാരണം ഫോണൊക്കെ ഹാക്കായി പലതരത്തിലുള്ള പ്രശ്നങ്ങളും, ബാങ്കിൽ നിന്ന് പൈസ പോകുന്നത് മുതൽ നിങ്ങളുടെ ഫോട്ടോസ് മിസ്യൂസ് ആകുന്ന പല സംഭവങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള തംബ്നെയിൽസ്, അതായത് നിങ്ങളുടെ പങ്കാളിയുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ ഒക്കെ വാട്സപ്പ് ചാറ്റ് നിങ്ങൾക്ക് അവരറിയാതെ കാണാമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സീക്രട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റുള്ള ആൾക്കാരുടെ ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇതിന്റെയൊക്കെ വ്യൂസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മില്യൺ കണക്കിനാണ് ഇതിനൊക്കെ വ്യൂസ് കിട്ടിയിട്ടുള്ളത്. എന്താണ് അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ആഗ്രഹിക്കുന്നു മറ്റൊരാൾ അറിയാതെ അവരുടെ വാട്സപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട്. 100% ഉറപ്പിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്, ഞാൻ പറയും 100% ഉറപ്പിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വ്യൂവേഴ്സിനെ കബളിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ആ വീഡിയോക്ക് വ്യൂസും ഉണ്ട്. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തിനെ ഇഷ്ടപ്പെടുന്നു. അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇല്ല എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഒറിജിനൽ ആപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇതിന്റെ ഒറിജിനൽ സംഭവം പല ആൾക്കാരും ഇതുപോലെ കണ്ട് പല തേർഡ് പാർട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈൽ അടക്കം ഹാക്കായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ജീവൻ വരെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടേതോ നിങ്ങളുടെ ബന്ധപ്പെട്ട നിങ്ങളുടെ വൈഫിന്റെയോ ആരെങ്കിലും ഫോണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ഫോണ് വാങ്ങുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പരിപാടിയെങ്കിൽ ഒരിക്കലും നടക്കില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പേഴ്സണലി അല്ലെങ്കിൽ ഇതാക്കി വെക്കാതെ നിങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനായിട്ട് നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, എന്നിട്ട് അതിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം, ഈ അടുത്ത കാലത്ത് ഓൺലൈൻ മുഖാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ മുഖാന്തരമായിട്ട് ആപ്പിലായ ഒരുപാട് ആൾക്കാരുണ്ട്. പലതരത്തിൽ അവരുടെ ഫോട്ടോസ് മിസ്യൂസ് ആയിട്ടും അവരുടെ ബാങ്കും കാര്യങ്ങളും ഒക്കെ ഹാക്കായി പൈസയൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭീഷണി കോളുകൾ വന്നേക്കാം ഈ ആപ്ലിക്കേഷനിൽ നിന്ന്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പിന്നാലെ നടക്കും ഒരുപാട് കേസും കാര്യങ്ങളൊക്കെയായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേസ് കൊടുത്താലൊന്നും ഈ ഇത്തരത്തിലുള്ള കാര്യത്തിന് നമ്മുടെ നാട്ടില് വലിയ രീതിക്കുള്ള ഒരു അനുകൂല അവസ്ഥയൊന്നും നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് മനസ്സിലാക്കുക, ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടി ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള തംബ്നെയിൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ ബ്ലോഗർമാര് അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ, ജനങ്ങളിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് വ്യൂസ് വേണം, അല്ലെങ്കിൽ എന്താണ് അതിലൂടെ നിങ്ങൾ കണ്ട് അവരുടെ എൻഗേജ്മെന്റ് കൂട്ടണം. അത്രേ അവർക്കുള്ളൂ. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്താവും, ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ട് എന്റെ കാമുകിയുടെ പേഴ്സണൽ ചാറ്റും ഒക്കെ എനിക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു കുഴപ്പമില്ല, അവർ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ വൈഫ് ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാമെന്ന് കരുതി നമ്മൾ കയറി അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ചാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല സംഭവങ്ങളും പല ആൾക്കാരും കണ്ടിട്ടും ഉണ്ടാവും. പിടികിട്ടിയ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പമാരോട് നിങ്ങൾ പറയണം, ആപ്പ് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതാണ്. ഓക്കെ? അതുപോലെ ഇത്തരത്തിലുള്ള ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോൺ വാങ്ങി നിങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേറെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിലാകും എന്നേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടും നിങ്ങൾ അറിയുന്ന ആൾക്കാരോടൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.